നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് ഫലമറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 8-ന് തുടങ്ങും. കാസർഗോഡ് അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വം വരവേറ്റ് കാസർകോട്ടെ സ്കൂളുകൾ. പ്രവേശനോത്സവം നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും ഉത്സവമായി. പിലിക്കോട് ചന്തേര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ തിക്കിത്തുറന്ന് കവർച്ച. മൂലഭണ്ഡാരം ഉൾപ്പെടെ തകർത്ത് പണം കൊണ്ടുപോയി. UDFന്റെ നേതൃത്വത്തിൽ മധൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷം. മധൂർ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 30-ന് നടക്കും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു തീയതിയും മുഹൂർത്തവും പ്രഖ്യാപിച്ചു. നീലേശ്വരം മന്നമ്പുറത്തുകാവിലെ കലശ മഹോത്സവത്തിനെത്തിയത് 10,000. ഭക്തർക്ക് ദർശന സായുജ്യമേകി ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. വാർത്തകൾ വിശദമായി. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 8-ന് തുടങ്ങും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് എണ്ണുക. മണിക്കൂറുകൾക്കകം തന്നെ ലീഡ് നിലയും ട്രെൻഡും അറിയാനാകും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. 7 ഘട്ടങ്ങളിലായി നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ അറിയാം. പോസ്റ്റൽ ബാലറ്റുകളും ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് എണ്ണുക. മണിക്കൂറുകൾക്കകം തന്നെ ലീഡ് നിലയും ട്രെൻഡും അറിയാനാകും. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ വിവിധ ബ്ലോക്കുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ ദിനത്തിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് ജില്ലയിൽ 1200ഓളം പേരുൾപ്പെടുന്ന പോലീസ് സേനയെ വിന്യസിക്കും. ആഹ്ലാദ പ്രകടനങ്ങൾ വൈകിട്ട് 6 മണിക്കകം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വാശിയേറിയ പോരാട്ടം നടന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഫലം പ്രവചനാതീതമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മേൽക്കൈ നേടുമെന്നാണ് പ്രവചനം. പക്ഷേ പാർട്ടിയിലെ വിഭാഗീയതയും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കുറവും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നു. അതേസമയം കരുത്തനായ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. ബൂത്ത് തലങ്ങളിലെ അവസാന കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MV ബാലകൃഷ്ണൻ വിജയിക്കുമെന്നാണ് CPM പ്രതീക്ഷ. മണ്ഡലത്തിൽ സുപരിചിതയായ ML അശ്വിനിയെ ഇറക്കിയതിലൂടെ പരമാവധി വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം ഫലപ്രദമായെന്നാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താമെന്നും BJP പ്രതീക്ഷിക്കുന്നു. പോളിംഗ് ശതമാനത്തിലെ വർധനവും BJP സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളും കാസർഗോഡ് മണ്ഡലത്തിൽ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കളിച്ചിരികളുടെ 2 മാസത്തെ വേനലവധിക്ക് ശേഷം അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വം വരവേറ്റ് സ്കൂളുകൾ. മധൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും ഉത്സവമായി മാറി. വാർഡ് മെമ്പർ ബഷീർ ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗവൺമെൻറ് ജൂനിയർ ബേസിക് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം വർണ്ണാഭമായി. അക്ഷരമുറ്റത്തേക്കെത്തിയ കുരുന്നുകൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. കുരുന്നുകളുടെ കയ്യിൽ അക്ഷരജ്യോതി തെളിയിച്ച് നൽകിയത് മനോഹര കാഴ്ചയായി. വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. പ്രവേശനോത്സവം വാർഡ് മെമ്പർ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികളുടെ പുതിയൊരു ഭാവിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ടീച്ചർമാരും നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് നരേന്ദ്ര അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് പത്മരാജ്, റിട്ടയർഡ് HM സബിത, വാർഡ് മെമ്പർ ഉദയ കൊല്യ, സൈക്കോളജിസ്റ്റ് നവീന എല്ലങ്കള, MPTA വൈസ് പ്രസിഡന്റ് സന്ധ്യ, OSA പ്രസിഡന്റ് സതീഷ മധൂർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ സ്വാഗതവും ദേവകി ദേവി ടീച്ചർ നന്ദിയും പറഞ്ഞു. അധ്യാപികമാരായ ജയലക്ഷ്മി ടീച്ചർ, രമ്യ എന്നിവർ നിരൂപണം നിർവഹിച്ചു. നാടിൻ്റെ ഉത്സവമായി മാറിയ പ്രവേശനോത്സവത്തിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവേശനോത്സവം ആഘോഷമാക്കി അണങ്കൂർ GLP സ്കൂൾ. കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അണങ്കൂർ GLP സ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷമാക്കി.
കാസർഗോഡ് മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പഠിക്കാനും ചിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊത്ത് ഉല്ലസിക്കാനുള്ള കാലമാണല്ലോ. നിങ്ങളെക്കാലത്ത് പുതിയ ഒരു കൂട്ടം തന്നെ കൊച്ചനുജന്മാരും അനുജന്മാരും ഇപ്രാവശ്യം കൂടി ഈ കല്യാണത്തിലേക്ക് കടന്നു വന്നിരിക്കും. അവരെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. തുടർന്ന് നവാഗതർക്ക് സ്കൂൾ കിറ്റ് വിതരണവും നടത്തി. PTA പ്രസിഡന്റ് മിഥുൻ കുമാർ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ഷാഫി, സ്നേഹലത എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് ശാന്തി കെ സ്വാഗതവും SRG കൺവീനർ റംഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതിയ അധ്യയന വർഷാരംഭത്തിലെ സന്തോഷത്തിലും പലസ്തീനിലെ വിദ്യാർത്ഥികളെ മറക്കാതെ തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കൂട്ടുകാർ. സ്കൂൾ വളപ്പിൽ പ്രതീകാത്മക ടെന്റുകൾ ഒരുക്കിയാണ് പലസ്തീനിന് ഐക്യദാർഢ്യം അർപ്പിച്ചത്. റഫേലിലെ ടെന്റുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഷാളുകൾ കസേരകൾക്ക് മുകളിൽ വിരിച്ചാണ് പ്രതീകാത്മക ടെന്റുകൾ ഒരുക്കിയത്. റഫേൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സൗകര്യങ്ങളില്ലാത്ത താൽക്കാലിക ടെന്റുകളിൽ ദുരിതങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് കുട്ടികൾ ഐക്യദാർഢ്യം അർപ്പിച്ചാണ് പ്രവേശനോത്സവം തുടങ്ങിയത്. സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക അസംബ്ലിയും പ്രാർത്ഥനയും നടത്തി. സ്കൂൾ വിദ്യാർത്ഥി മിൻഹ മറിയം ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പാൾ മുസ്തഫ ഇർഫാനി സന്ദേശം നൽകി. സ്കൂൾ ചെയർമാൻ AB അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് TC മുസമ്മിൽ, MV പുഷ്പ, അബ്ദുൽ ഖാദർ അമാനി എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുതുതലമുറയ്ക്കിടയിൽ തരംഗമായ ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രമായ രംഗയുടെ ഡയലോഗ് കുരുന്നുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പ്രവേശനോത്സവത്തിലെ താരമായി സിനിമാ നടി ചിത്ര നായർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അവർ. രംഗ എന്ന കഥാപാത്രത്തിനൊപ്പം ഉയർന്നു വന്ന അനുയായി അംബാനെ എന്ന് വിളിച്ചാണ് സിനിമാ നടി ചിത്ര നായർ കുട്ടികളുടെ ഇഷ്ടക്കാരിയായത്. പഠനം മാത്രമാവരുത്, വിദ്യാലയത്തിൽ എന്നും കളിയും ചിരിയും പാട്ടും നൃത്തവും എല്ലാം ചേരുന്നതാവണം നിങ്ങളുടെ തലമുറയെന്നും ചിത്ര പറഞ്ഞു. എല്ലാവരും ടീച്ചർമാരും എഞ്ചിനീയർമാരൊക്കെ ആയാൽ മതി, ഇവിടെ ഡോക്ടർമാരായാൽ മതിയോ? നല്ല നല്ല കലാകാരന്മാരും ഉണ്ട്. അതിനെക്കാട്ടിൽ എന്താ ഉണ്ട്? എല്ലാവർക്കും നല്ല മനുഷ്യന്മാരാണ്. ഒന്നാം തരത്തിലെത്തിയ 160ഓളം വരുന്ന നവാഗതരെ കടലാസ് പൂക്കളും തൊപ്പികളുമായി മുതിർന്ന ക്ലാസുകളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്കൂളിലേക്ക് സ്വീകരിച്ചു. BRC ട്രെയിനർ അനൂപ് കല്ലത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KP ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരൻ, സ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, PTA വൈസ് പ്രസിഡന്റ് T നസീർ, മദർ PTA പ്രസിഡന്റ് A ഖദീജ, ജാസ്മിൻ തോമസ്, K ഷാഹുലബി എന്നിവർ പ്രസംഗിച്ചു. 4 പതിറ്റാണ്ടായി സ്കൂളിൽ പാചക തൊഴിലാളിയായി പ്രവർത്തിച്ചു വന്ന ലില്ലി യേശുമിത്രന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിയും ബാല സിനിമാ നടിയുമായ റിസ ഫാത്തിമയുടെയും സ്കൂൾ അധ്യാപകരുടെയും കലാപരിപാടികൾ നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പിലിക്കോട് ചന്തീര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ തിക്കി തുറന്ന് കവർച്ച. മൂലഭണ്ഡാരം ഉൾപ്പെടെ തകർത്ത് പണം കൊണ്ടുപോയി. കവർച്ചയുടെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ചന്തീര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ 1:30യോടെയാണ് സംഭവം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലെ മൂലഭണ്ഡാരം ഇളക്കിയെടുത്ത് മത്സ്യ കർഷക ക്ലബിനടുത്ത് പൊളിച്ച് പണം കവർന്നു. പുറത്തുള്ള ഒരു ഭണ്ഡാരം പൂട്ട് തകർത്ത് പണം കൊണ്ടുപോയെങ്കിലും മറ്റൊരു ഭണ്ഡാരത്തിന്റെ അകത്തെ പൂട്ട് തകർക്കാനായില്ല. നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. മുത്തപ്പൻ മടപ്പുര സെക്രട്ടറി K ലതീഷ് ലാലിന്റെ പരാതിയിൽ ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 10 ദിവസം മുമ്പ് തൊട്ടടുത്ത കാലിക്കടവ് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും പൂട്ട് തകർത്ത് മോഷണം നടന്നിരുന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. UDFന്റെ നേതൃത്വത്തിൽ മധൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷം. ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന വഴി ശേഖരിച്ച മാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പനിക്ക് നൽകുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തുച്ഛമായ തുകയ്ക്ക് സ്വകാര്യ കമ്പനിയെ കൂട്ടുപിടിച്ച് അഴിമതി നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു UDF മാർച്ച്.
ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന വഴി ശേഖരിച്ച മാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പനിക്ക് നൽകുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തുച്ഛമായ തുകയ്ക്ക് സ്വകാര്യ കമ്പനിയെ കൂട്ടുപിടിച്ച് അഴിമതി നടത്തിയെന്നാരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഉളിയത്തെടുക്ക ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. മാർച്ച് എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. 3 രൂപ മുതൽ 50 രൂപ വരെ കിട്ടേണ്ട ആ സ്ഥാനത്ത് ഇപ്പോൾ പഞ്ചായത്ത് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ 1 രൂപ 30 പൈസ തന്നാൽ മതി എന്നാണ്. അപ്പോൾ ഈ തിരുവോണ ഏജൻസിയോട് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റിനും ബാക്കിയുള്ള ഭരണസമിതി അംഗങ്ങൾക്കും ഇത്രമാത്രം മുഹബത്ത് വരാൻ എന്താണ് കാരണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തിൻ്റെ പേരിലാണ് ഇത് ഇത്രമാത്രം കുറച്ചത്? ഇത് അഴിമതി അല്ലെങ്കിൽ പ്രസിഡന്റ് പറയണം, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറയണം, പിന്നെ എന്തിനെയാണ് ഞങ്ങൾ അഴിമതി എന്ന് പേരിട്ട് വിളിക്കേണ്ടത് എന്ന് ഈ പ്രസിഡന്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് പറയാനുള്ളത്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു. PP സുമിത്രൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, TM ഇക്ബാൽ, K ഖാലിദ്, സാജിദ് മൗവൽ, മജീദ് പട്ല, മുത്തലിബ് പാറക്കെട്ട്, CS ഐമ, ജമീല അഹമ്മദ്, ജാസ്മിൻ കബീർ ചെറുക്കളം, ഹബീബ് ചെട്ടുംകുഴി, P അബ്ദുറഹ്മാൻ ഹാജി, മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ, ഹനീഫ് അറന്തോട്, അർജുൻ തായലങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിലെ അഴിമതിക്കെതിരെയും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചതിലെ അഴിമതിയും അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും UDF ആവശ്യപ്പെട്ടു. കരീം ബാവ, മജീദ് പടിഞ്ഞാർ, U സഹദ് ഹാജി, CB മുഹമ്മദ് ഹാജി, ഉമേഷ് അണങ്കൂർ, ടോണി K, P വിജയൻ, UA അലി, അബ്ദു SP നഗർ, കലന്തർ ഷാഫി, ഷിഹാബ് പാറക്കെട്ട്, മുസ്തഫ പള്ളം, ഹാരിസ് SP നഗർ, കുശലകുമാരി, സന്തോഷ് ക്രസ്റ്റ, സാദിഖ് കൊല്ലങ്ങാന, സുജാത KP തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവീകരിച്ച മധൂർ മദനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം മാർച്ച് 30 നടക്കും. ക്ഷേത്രസമിതി നവീകരണ സമിതി യോഗത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ബ്രഹ്മകലശോത്സവ തീയതിയും മുഹൂർത്തവും പ്രഖ്യാപിച്ചു. നവീകരിച്ച മദനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം മാർച്ച് 30 രാവിലെ 9:10 11 മധ്യേ നടക്കും. ക്ഷേത്രസമിതി നവീകരണ സമിതി യോഗത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ബ്രഹ്മകലശോത്സവ തീയതിയും മുഹൂർത്തവും പ്രഖ്യാപിച്ചു. 30/3/2025 മാർച്ച് മാസം 30 തീയതി 9:10 AM മുതൽ 11 മണി വരെയുള്ള പവിത്രപാണി രത്തൻകുമാർ കാമഠ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BS റാവു അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ബ്രിഗേഡിയർ IN റൈ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് കുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ T രാഗേഷ്, K മഞ്ജുനാഥ കാമത്ത്, K ഗിരീഷ്, നവീകരണ സമിതി ജനറൽ സെക്രട്ടറി ജയദേവ ഖണ്ഡികെ, നാരായണയ്യ എന്നിവർ സംസാരിച്ചു. നവീകരണ സമിതി പ്രസിഡന്റ് UT ആൽവയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. നവീകരണ സമിതി പ്രസിഡന്റായി ഡോക്ടർ BS റാവുവിനെ തിരഞ്ഞെടുത്തു. 22 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര നവീകരണം പൂർത്തിയാക്കിയത്. ഉത്സവ പരിപാടികൾ മാർച്ച് 25 മുതൽ തുടങ്ങും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശ മഹോത്സവത്തിനെത്തിയത് 10,000. നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമായി. കലശകുംഭങ്ങൾക്കൊപ്പം ആർപ്പുവിളി തീർത്ത പുരുഷാരങ്ങൾക്കിടയിൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു.
വടക്കൻ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായ നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. 10,000-ങ്ങളാണ് കലശ മഹോത്സവത്തിനെത്തിയത്. രാവിലെ നട തുറന്നതോടെ ഉഷപൂജയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രസ്ഥാനികന്മാർക്കും പട്ടേനയിലെ 3 നമ്പൂതിരി ഇല്ലക്കാർക്കും അരി അളന്നു നൽകി. സന്നിധിയിൽ ഈ സമയം പന്തീരടി പൂജയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിനിടെ കളരിക്കാലിൽ നിന്ന് ചക്കയും തേങ്ങയും അടങ്ങുന്ന കാഴ്ച എത്തി. ഇതിൽ നിന്ന് 2 ചക്ക ഉപയോഗിച്ച് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു. പിന്നീടാണ് കോതുകലശം നടന്നത്. തുടർന്ന് ദേവതമാരുടെ കോലം ധരിക്കുന്ന 4 തെയ്യക്കാർ നടയിൽ പ്രാർത്ഥന നടത്തി. ഇതിനുശേഷം ദേവതമാരുടെ കോലം ധരിക്കാൻ അവർ അണിയറയിലേക്ക് നീങ്ങി. 1:30-ഓടെ ഉച്ചപൂജയ്ക്ക് തുടക്കം കുറിച്ചു. പൂജ കഴിഞ്ഞതോടെ എറുവാട്ടച്ചൻ തേങ്ങ ഒപ്പിച്ചു. തുടർന്ന് കണിശൻ കുട സമർപ്പിച്ച് സമയം കുറിക്കുന്നതിനുള്ള ചടങ്ങുകൾ തുടങ്ങി. ഇതിനകം തന്നെ തെക്കേ കളരി, വടക്കേ കളരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ കലശക്കാർ ക്ഷേത്രസന്നിധിയിൽ ആർപ്പുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും കടഞ്ഞത്തൂർ ആരിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മീൻകോവയും എത്തി. കാളരാത്രിയുടെയും ക്ഷേത്രപാലകന്റെയും നടയിൽ ഭഗവതിയുടെയും കൈക്ലോൺ തെയ്യത്തിന്റെയും കോലധാരികൾ തിരുമുടി അണിയുന്നതിനായി സന്നിധിയിലെത്തി. 4:50 ആകുമ്പോഴേക്കും കൈകൂപ്പി നിന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദേവതമാരുടെ തിരുമുടി ഉയർന്നു. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസ് കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയത്. നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘത്തിലെ തട്ടിപ്പ്. സെക്രട്ടറി രതീശൻ കടത്തിക്കൊണ്ടുപോയി കേരള ബാങ്ക് പെരിയ ശാഖയിൽ പണയം വെച്ച 7.34 ലക്ഷം രൂപയുടെ സ്വർണം കൂടി ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതി കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് അനിൽകുമാറിന്റെ ബന്ധുവിന്റെ പേരിൽ പണയം വെച്ച സ്വർണമാണ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘത്തിൽ നിന്നും സെക്രട്ടറി രതീശൻ കടത്തിക്കൊണ്ടുപോയി കേരള ബാങ്ക് പെരിയ ശാഖയിൽ പണയം വെച്ച 7.34 ലക്ഷം രൂപയുടെ സ്വർണം കൂടി ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതി കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് അനിൽകുമാറിന്റെ ബന്ധുവിന്റെ പേരിൽ പണയം വെച്ച സ്വർണമാണ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇതോടെ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുക്കുന്ന സ്വർണം 1.6 കിലോയായി. നേരത്തെ ഇതേ ശാഖയിൽ നിന്നും കേരള ബാങ്കിന്റെ തന്നെ കാഞ്ഞങ്ങാട് ശാഖയിൽ നിന്നുമായി ബാക്കി സ്വർണം പിടിച്ചെടുത്തിരുന്നു. ഇനി കാനറ ബാങ്കിന്റെ പെരിയ, പള്ളിക്കര ശാഖകളിൽ പണയം വെച്ച 70 ലക്ഷത്തിലേറെ രൂപയുടെ സ്വർണം കണ്ടെത്താനുണ്ട്. ഇതിന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. അടുത്ത ദിവസം ഇതിന്റെ നടപടികൾ തുടങ്ങും. തട്ടിപ്പ് കേസിൽ സസ്പെൻഷനിൽ കഴിയവേ ഈ മാസം 9-നാണ് രതീശൻ സംഘം ഓഫീസിലെത്തി ലോക്കർ തുറന്ന് പഴയ സ്വർണവുമായി മുങ്ങിയത്. ഇത് വിവിധ ബാങ്കുകളിൽ സഹായികളുടെ പേരിൽ പണയം വെച്ച് എടുത്ത പണവുമായാണ് രതീശൻ ഒളിവിൽ പോയത്. പണയം വെച്ച് 1 കോടിയിലേറെ രൂപയാണ് എടുത്തിട്ടുള്ളത്. അതേസമയം രതീശനെ കണ്ടെത്തുവാൻ വൈകുന്നത് ഇടപാടുകാരിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രതീശനെ പിടികൂടുവാൻ അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക്, ആദ്യഘട്ടത്തിൽ കേസന്വേഷിച്ച ആദൂർ ഇൻസ്പെക്ടർ സഞ്ജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘത്തെയാണ് അന്വേഷണത്തിന്റെ ഭാഗമാക്കിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. രതീശനെതിരെ പോലീസ് ഉടൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ കാസർഗോഡ് നടന്നു. ദേശീയ പ്രസിഡന്റ് സീതാരാമ ആചാര്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ കാസർഗോഡ് കറന്തക്കാടുള്ള ദേശീയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു. വനിതാ കമ്മിറ്റി പ്രസിഡന്റ് വാസന്തി ജെ ആചാര്യയുടെ ഈശ്വരപ്രാർത്ഥനയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്.
ദേശീയ പ്രസിഡന്റ് സീതാരാമ ആചാര്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം ഞങ്ങളെ ഈ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിന്റെ പോലും പരിപാടി കഴിഞ്ഞതിൽ നല്ലൊരു മാതൃകാപരമായ ഒരു കമ്മിറ്റിയായിട്ട് മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ സംസ്ഥാന കമ്മിറ്റി പുതിയതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾ ഈ സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ കമ്മിറ്റിക്കും വേണ്ടി എല്ലാവരും നയിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ട് എന്റെ 2 വാക്കുകൾ. സംസ്ഥാന പ്രസിഡന്റ് അംബി CK അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ശശി പകര, ദേശീയ ട്രഷറർ രാഘവൻ ദൊഡ്ഡുവയൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ആചാര്യ, സുമേഷ് വല്ലച്ചിറ, ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് കല്ലൂർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ഗീത KM, നിഷ ചന്ദ്രൻ, മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പുതിയ സംസ്ഥാന ട്രഷററായി സുമേഷ് വല്ലച്ചിറയെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ CV സ്വാഗതവും സുമേഷ് വല്ലച്ചിറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടുത്ത വർഷം മാർച്ചിൽ പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലേക്ക് അന്നദാനത്തിന് ഉപയോഗിക്കാനായി പടന്ന മുണ്ട്യ ദേവസ്വം കമ്മിറ്റി നേതൃത്വത്തിൽ ജൈവ വാഴകൃഷി ഇറക്കി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം വാഴക്കന്ന് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുങ്കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന 10,000-ങ്ങൾക്ക് അന്നദാനം നൽകാൻ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് 400 മഞ്ചേരി കുള്ളൻ വാഴക്കന്നുകൾ പടന്ന മുണ്ട്യ ദേവസ്വം വളപ്പിലെ 1 ഏക്കർ വരുന്ന ഭൂമിയിൽ നട്ടത്. വാഴക്കന്ന് നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ഉത്സവങ്ങളിൽ, മഹോത്സവങ്ങളിലെല്ലാം പലപ്പോഴായിട്ടും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ, അതല്ലെങ്കിൽ മറ്റുള്ള കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലെ പച്ചക്കറി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിഷ കലർന്നിട്ടുള്ള വിഭവങ്ങളായി മാറുമ്പോൾ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് പലപ്പോഴായിട്ടും ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ K ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ജൈവ കൃഷി കൺവീനർ PV സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. A ലക്ഷ്മണൻ അന്തിത്തിരിയൻ, KVC കണ്ണൻ വെളിച്ചപ്പാടൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PP കബിൽ, രാമവില്യം പെരുങ്കളിയാട്ടം വർക്കിംഗ് ചെയർമാൻ CV കണ്ണൻ, വൈസ് പ്രസിഡന്റ് KV അമ്പുകുഞ്ഞി, ദേവസ്വം സെക്രട്ടറി PP രാഘവൻ, PV രാമകൃഷ്ണൻ, മാമുനി സുരേഷ്, K തങ്കമണി, KV ദാമോദരൻ, VV രാജേഷ്, PV അമ്പൂഞ്ഞി എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന് കീഴിലെ 5 ഉപക്ഷേത്രങ്ങളുടെ പരിധിയിലാണ് വാഴ, ചേന, വെണ്ട തുടങ്ങി വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി നടത്തുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാട്ടുപാടി നൃത്തം ചവിട്ടി കൂട്ടുകൂടാൻ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് കീഴിലുള്ള കൂച്ചിന്റെ നേതൃത്വത്തിൽ വേനലവധി കഴിയും മുൻപ് കുട്ടി ക്യാമ്പ്. ഒരു പകൽ പൂർണ്ണമായും കഥയും കവിതയും ആട്ടവും പാട്ടും നാടൻ കളികളുമായി അവർ ഒത്തുകൂടി. പാട്ടുപാടി നൃത്തം ചവിട്ടി കൂട്ടുകൂടാൻ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് കീഴിലുള്ള കൂച്ചിന്റെ നേതൃത്വത്തിൽ വേനലവധി കഴിയും മുമ്പ് ഒരു കുട്ടി ക്യാമ്പ്. ഒരു പകൽ പൂർണ്ണമായും കഥയും കവിതയും ആട്ടവും പാട്ടും നാടൻ കളികളുമായി അവർ ഒത്തുകൂടി. കൂട്ടത്തിലൊരാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, "കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ?" ഇത് കേട്ടപ്പോൾ കുട്ടിക്കൂട്ടങ്ങൾ ആർത്തിരമ്പി പാടി. പിന്നെ നൃത്തം ചവിട്ടി. കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ ചിറക് വിരിച്ച് കണ്ണാൻ തുമ്പികളായി ക്യാമ്പിൽ പാറിക്കളിച്ചു. പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠന കേന്ദ്രത്തിലെ കുട്ടികളുടെ കൂട്ടായ്മയായ കൂച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഫറീന കോട്ടപ്പുറം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ബിന്ദു രമേശ്, VV ഹരിപ്രസാദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഫൈൻ ആർട്സ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് VV രാജൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AV ബാബു മാസ്റ്റർ, കൂച്ച് കോർഡിനേറ്റർ KM അജിത് കുമാർ, മാതൃകം പ്രസിഡന്റ് യശോദ രവി എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ല ചാമ്പ്യൻഷിപ്പിലെ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യ ടീമായി.
സംസ്ഥാനത്തെ 14 ജില്ലാ ടീമുകൾ 4 പൂളുകളിലായി മാറ്റുരക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ തിങ്കളാഴ്ച നടന്ന എ പൂളിലെ അവസാന മത്സരത്തിൽ കരുത്തുറ്റ ടീമായ മലപ്പുറത്തിന്റെ പുതുനിര ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കണ്ണൂരിനെ തോൽപ്പിച്ച് ആധികാരിക വിജയത്തോടെ സെമിയിൽ കടന്നു. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ നടന്നുവരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ലീഗ് ഘട്ടത്തിൽ കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, ആലപ്പുഴ ഉൾപ്പെടെയുള്ള എ പൂളിൽ നിന്നാണ് മലപ്പുറം 9 പോയിന്റ് നേടി സെമിയിൽ കടന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം കോഴിക്കോട് പത്തനംതിട്ടയെയും ആതിഥേയരായ കാസർഗോഡ് കൊല്ലത്തെയും നേരിട്ടു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. MSS കാസർഗോഡ് യൂണിറ്റ് നിർധനരായ ഡയാലിസിസ് ചെയ്യുന്നവരുടെ മക്കൾക്ക് സ്കൂൾ കിറ്റുകളും കുടകളും വിതരണം ചെയ്തു. MSS ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ മാഹിൻ കുന്നലിന് നൽകി ഉദ്ഘാടനം ചെയ്തു. MSS കാസർഗോഡ് യൂണിറ്റ് നിർധനരായ ഡയാലിസിസ് ചെയ്യുന്നവരുടെ മക്കൾക്ക് സ്കൂൾ കിറ്റുകളും കുടകളും വിതരണം ചെയ്തു. കാസർഗോഡ് MSS ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ മാഹിൻ കുന്നിലിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്കൂളുകളിലേക്ക് പഠന ഉപകരണങ്ങൾ നൽകുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ഹനീഫ് PM പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന പരിപാടിയിൽ കബീർ ചെർക്കളം, സമീർ ആമസോണിക്, ജലീൽ കക്കണ്ടം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി PTA പ്രസിഡന്റ് ഖാദർ ഹനീഫ് SK ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതുതായി പ്രവേശനം നേടിയ കുട്ടികളെ ബലൂണുകൾ നൽകി സ്കൂളിലേക്ക് ഊഷ്മളമായി സ്വീകരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി PTA പ്രസിഡന്റ് ഖാദർ ഹനീഫ് SK ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണവും നടന്നു. മഞ്ചേശ്വരം SI ലിനേഷ്, SMC അംഗം ഈശ്വരായം, BHSE പ്രിൻസിപ്പൽ ശിശുപാലൻ, സീനിയർ അധ്യാപിക റാണി വാസുദേവൻ, അനിത PG, റിട്ടയർഡ് അധ്യാപിക അമിത, രവീന്ദ്ര റൈക്കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. SSLC, VHSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. YIPയിൽ സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളായ ഔവമ്മ റഫീന, ഷിസ, ഫാത്തിമത്ത് ഇസ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണ G സ്വാഗതവും അധ്യാപകൻ ദിവാകര ബല്ലാൽ നന്ദിയും പറഞ്ഞു. അഷ്റഫ് C പരിപാടി നിയന്ത്രിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആവേശത്തിരയൊരുക്കി കാഞ്ഞങ്ങാട് നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം. പുഞ്ചാബി ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം ജനകീയ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. നവാഗതരായ കുട്ടികളെ ഉത്സവാന്തരീക്ഷത്തിൽ ഒത്തുചേർന്ന് സ്വീകരിക്കാൻ, നാടിന്റെ ഉത്സവമാക്കാൻ പുഞ്ചാവി കടപ്പുറത്തെ ജനങ്ങൾ പുഞ്ചാവി സ്കൂളിൽ ഒത്തുചേർന്നു. കാഞ്ഞങ്ങാട് നഗരസഭാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. വീടിന്റെ അടുക്കള തുല്യതയുടെ തൊഴിലിടമായി വരും തലമുറ പഠിക്കുമ്പോൾ നമ്മുടെ പാഠ്യപദ്ധതി വിഭാവനം ചെയ്ത സമത്വ സുന്ദരമായ ലിംഗസമത്വ സമൂഹമെന്ന ആശയമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ K പ്രഭാവതി, അനേഷൻ, KV സരസ്വതി, T ബാലകൃഷ്ണൻ, നജ്മ റാഫി, BRC പ്രതിനിധികളായ രാജഗോപാലൻ P, ലതിക, യഹിയ, ഹന്നത്ത് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി സംഘടന റെഡ് ആർമി പുഞ്ചാവി, SYS പുഞ്ചാവി, BB ഉമേഷൻ പട്ടാക്കൽ എന്നിവർ നവാഗതർക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ ഫൗസിയ ഷെരീഫ് സ്വാഗതവും പ്രധാനാധ്യാപിക MV അജിത നന്ദിയും പറഞ്ഞു. തുടർന്ന് രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരയി പാലക്കാലിൽ നിർമ്മിച്ച KT ജയകൃഷ്ണൻ മാസ്റ്റർ സ്മൃതി മന്ദിരം നാടിന് സമർപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ CPM നാമാവശേഷമാവുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അരയി പാലക്കാലിൽ നിർമ്മിച്ച KT ജയകൃഷ്ണൻ മാസ്റ്റർ സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് CPMകാരാൽ ആക്രമിക്കപ്പെട്ട് തകർത്ത നമ്മുടെ പാർട്ടിയുടെ ഓഫീസ് വളരെ വേഗതയിൽ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ പ്രദേശത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരെയും ഞാൻ ആദ്യമേ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ശ്രീ ജയകൃഷ്ണൻ മാസ്റ്ററുടെ പേരിലാണ് നിങ്ങളിവിടെ ഈ പാർട്ടി ഓഫീസ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. ജീവിതകാലം മുഴുവനും
ശ്രീ ജയകൃഷ്ണൻ മാസ്റ്ററുടെ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവരുടെ പ്രത്യയശാസ്ത്രത്തിനും എതിരായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ കൃഷ്ണൻ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് രവീഷ് തന്ത്രി കുണ്ടാർ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബൽരാജ്, കാഞ്ഞങ്ങാട് നോർത്ത് ഏരിയ പ്രസിഡന്റ് HR സുകന്യ, മുനിസിപ്പൽ നോർത്ത് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ കല്ലൂരാവി, BJP കാഞ്ഞങ്ങാട് സൗത്ത് ഏരിയ സെക്രട്ടറി സുഹൈൽ കുളിയങ്കാൽ, കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ശൈലേന്ദ്രൻ പാലക്കാൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ശൈലേന്ദ്രൻ പാലക്കാൽ, കൗൺസിലർമാരായ വീണ ദാമോദരൻ, കുസുമം, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശാലിനി പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CK വത്സലൻ സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് സുരേഷ് മണക്കാട് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാട്ടിലെ കലാകാരന്മാർ ഗാനമേളയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് ഫലമറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 8-ന് തുടങ്ങും. കാസർഗോഡ് അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. അക്ഷരലോകത്തേക്ക് പുതിയ കൂട്ടുകാരെ ആഘോഷപൂർവ്വം വരവേറ്റ് കാസർകോട്ടെ സ്കൂളുകൾ. പ്രവേശനോത്സവം നിറങ്ങളുടെയും സന്തോഷത്തിന്റെയും ഉത്സവമായി. പിലിക്കോട് ചന്തേര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ തിക്കിത്തുറന്ന് കവർച്ച. മൂലഭണ്ഡാരം ഉൾപ്പെടെ തകർത്ത് പണം കൊണ്ടുപോയി. UDFന്റെ നേതൃത്വത്തിൽ മധൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷം. മധൂർ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് 30-ന് നടക്കും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു തീയതിയും മുഹൂർത്തവും പ്രഖ്യാപിച്ചു. നീലേശ്വരം മന്നമ്പുറത്ത് കാവിലെ കലശ മഹോത്സവത്തിനെത്തിയത് 10,000. ഭക്തർക്ക് ദർശന സായുജ്യമേകി ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.